ഡീകോഡിലേക്ക് സ്വാഗതം. ലക്കം 1670 നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ഇതിൻ്റെ കവർ സ്റ്റോറി സർവകലാശാല മുറ്റങ്ങളെ നിശബ്ദമാക്കാനുള്ള പെരുമാറ്റച്ചട്ടങ്ങൾ, ക്യാമ്പസിൽ നിങ്ങൾക്കെന്താണ് ദുരുദ്ദേശം എന്നുള്ള പേരിലാണ് ഈ ലക്കത്തിൻ്റെ കവർ സ്റ്റോറി ആരംഭിക്കുന്നത്. ക്യാമ്പസുകളിൽ വിദ്യാർത്ഥി രാഷ്ട്രീയം നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ കേരളത്തിൽ വീണ്ടും ഉയർന്നു വരികയാണ്. മഹാരാജാസ് കോളേജിൽ അടുത്തിടെ ഉണ്ടായ ചില സംഘർഷങ്ങൾ, ആ സംഘർഷങ്ങളുടെ ഭാഗമായി കേരള ഹൈക്കോടതി പുറപ്പെടുവിച്ച ചില വിധിയും അതിനനുസരിച്ച് കേരളത്തിൻ്റെ ഗവർണറായ രാജേന്ദ്ര ആർലേക്കർ അദ്ദേഹത്തിൻ്റെ ഇടപെടലൊക്കെയാണ് ഈ സംവാദങ്ങൾക്ക്, രാഷ്ട്രീയ സംവാദങ്ങൾക്ക് കേരളത്തിൽ വഴിവെച്ചിട്ടുള്ളത്. സർക്കാർ പറയുന്നത് ക്യാമ്പസുകളിലെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ കർശനമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവരണം എന്നാണ്. അതിന് 2005 MG സർവകലാശാലയുടെ സ്റ്റുഡൻസ് കോഡ് ഓഫ് കോണ്ടക്റ്റിനെ മാതൃകയാക്കി മുദ്രാവാക്യം വിളി, സമരം, ഘരാവോ, പഠിപ്പ് മുടക്കൽ സമരം പോലെയുള്ള സമര രീതികളൊന്നും ഇനി ക്യാമ്പസ് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി ക്യാമ്പസിൽ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളൊരു നിർദ്ദേശമാണ് കേരള ഹൈക്കോടതി പുറപ്പെടുവിച്ചിട്ടുള്ളത്. അതിനനുസരിച്ച് കേരളത്തിലെ ഗവർണർ വൈസ് ചാൻസലർമാരെയൊക്കെ വിളിച്ചു ചേർത്തുകൊണ്ട് ഇത് നടപ്പാക്കാനുള്ള പിന്തുണ തേടുകയാണ്. പക്ഷേ വൈസ് ചാൻസലർമാർ അതെല്ലാം നിഷേധിക്കുകയും അങ്ങനെ ഒരു നീക്കത്തിന് ഞങ്ങൾ ഉണ്ടാവില്ല എന്ന് പറയുകയും ചെയ്തു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഹൈക്കോടതി ഒരു പെരുമാറ്റച്ചട്ടം കൊണ്ടുവരുമ്പം തന്നെ അവിടെ ഒരു രാഷ്ട്രീയ മുതലെടുപ്പ് കൂടി കേരളത്തിലെ സജീവമായ ഇടത് വലത് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൻ്റെ ശബ്ദങ്ങളെയൊക്കെ അത് നിശബ്ദമാക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗം കൂടിയായിരിക്കാം ഗവർണറുടെ ഇടപെടൽ എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. ഏതായിരുന്നാലും ഈ ഒരു ഇടപെടൽ നമ്മുടെ രാജ്യത്തെ ജനാധിപത്യത്തെയും സമരം ചെയ്യാനുള്ള അവകാശത്തെയും ഒക്കെ വളരെ കാര്യക്ഷമമായി ബാധിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണല്ലോ നമ്മൾ വിലയിരുത്തേണ്ടത്. തീർച്ചയായിട്ടും ഇത് ഒരു ആദ്യത്തെ ഒരു സംഭവമല്ല. കാലങ്ങളായിട്ട് ഈ നിരോധനവുമായി ബന്ധപ്പെട്ടുള്ള ആവശ്യങ്ങൾ പല ആളുകളിൽ നിന്നും വന്നിട്ടുണ്ട്. നേരത്തെ അടിയന്തരാവസ്ഥ കാലത്തും അതുപോലെ തന്നെ CAയുടെ സമരകാലത്തും JNUവിലും കുറേ സമരങ്ങൾ ദേശീയ ക്യാമ്പസുകളിൽ നിന്ന് ഉയർന്ന സന്ദർഭങ്ങളിലൊക്കെ അതിനെ അമർച്ച ചെയ്യാനുള്ള പല ശ്രമങ്ങൾ പലരുടെയും ഭാഗത്തുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പുതുതായി ഈ നിരോധനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ചില നിബന്ധനകൾ വിധേയപ്പെട്ടുകൊണ്ട് ക്യാമ്പസ് രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊക്കെയുള്ള നിരീക്ഷണങ്ങളൊക്കെ വരുന്നത് ചില അജണ്ടയുടെ കൂടെ ഭാഗമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്വാഭാവികമായിട്ടും ഈ ക്യാമ്പസുകൾ രാജ്യത്ത് നടക്കുന്ന പല പ്രശ്നങ്ങളിലും അവിടെ പ്രതികരണം ആദ്യം ഉയരുന്നത് ഒരു പക്ഷേ ക്യാമ്പസുകളിൽ നിന്നായിരിക്കും. അത് സ്വാഭാവികമായിട്ടും അധികാരവർഗത്തിരിക്കുന്നവർക്ക് ചില അസ്വസ്ഥതകൾ ഉണ്ടാക്കും. അവരുടെ സുഗമമായ മുന്നോട്ട് പോക്കിന്, അവരുടെ ജനാധിപത്യ വിരുദ്ധമായ അല്ലെങ്കിൽ രാഷ്ട്രീയ വിരുദ്ധമായ വിഷയങ്ങളെ കൃത്യമായി അഡ്രസ്സ് ചെയ്തുകൊണ്ട് അതിന് നേരെ വിരൽ ചൂണ്ടുന്ന ഒരു വിദ്യാർത്ഥി സമൂഹം വരിക എന്നത് സ്വാഭാവികമായിട്ടും അവർക്ക് ഭീഷണിയാണ്. ആ ഭീഷണിയിൽ നിന്നാണ് ഒരു വലതുപക്ഷ ചിന്താഗതിയിൽ നിന്ന് രൂപപ്പെടുന്നതാണ് ക്യാമ്പസ് രാഷ്ട്രീയം നിരോധിക്കുക എന്നത്. ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ പൗരാവകാശത്തിൻ്റെ മൗലികാവകാശത്തിൻ്റെ ഒക്കെ ഭാഗമായിട്ടുള്ളതാണല്ലോ. ഭരണഘടനയുടെ 19-ാം അനുച്ഛേദം ഓരോ പൗരനും അത് ഉറപ്പ് നൽകുന്നുണ്ട്. നമ്മൾ ഒരു വിദ്യാർത്ഥി ക്യാമ്പസിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ അവകാശങ്ങളൊക്കെ പുറത്തു വെച്ച് വേണം നിങ്ങൾ ക്യാമ്പസിനകത്തേക്ക് വരാൻ എന്നുള്ളത് എത്ര അപഹാസ്യമായ ഒരു തീരുമാനമായിരിക്കും. ഈ രാജ്യത്തിൻ്റെ പൗരന്മാരായി വളർന്നു വരേണ്ട ആളുകൾ ഈ അവരുടെ അവകാശത്തെ ക്യാമ്പസിന് പുറത്ത് വെച്ച് നിങ്ങൾ അകത്തേക്ക് വരണം. ഭരണഘടനാ വിരുദ്ധമാണ്, ജനാധിപത്യ വിരുദ്ധമാണ്. തീർച്ചയായിട്ടും ഒരു 18 വയസ്സ് പൂർത്തിയായ വിദ്യാർത്ഥിയാണ് ക്യാമ്പസിനകത്തേക്ക് വരുന്നത്. അവനെ സംബന്ധിച്ചിടത്തോളം വോട്ടവകാശമുള്ളതാണ്, ഒരു വോട്ടറാണ്. അവനക്ക് ഏത് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാൻ അവകാശം നൽകുന്നുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾ രൂപീകരിക്കാനും അതിൻ്റെ ആശയങ്ങൾ അവിടെ പ്രദർശിപ്പിക്കാനും പ്രകാശിപ്പിക്കാനൊക്കെയുള്ള അവസരം ഭരണഘടന നൽകുന്നുണ്ട്. അതിനെയാണ് ഹൈക്കോടതി പോലും ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് വരുന്നത്. രണ്ടാമതായി, എങ്ങനെയാണ് ഒരു വിദ്യാർത്ഥിയെ സൃഷ്ടിക്കാൻ, വളർത്താൻ ഈ ഭരണകൂടം ആലോചിക്കുന്നത് എന്നുള്ളതാണ്. എന്താണ് ഒരു കലാലയത്തിൽ നിന്ന് അടിസ്ഥാനപരമായി ഒരു വിദ്യാർത്ഥി ആർജിക്കേണ്ടത്? അത് പുസ്തകങ്ങളിൽ നിന്ന് ലഭിക്കുന്ന അറിവുകൾ മാത്രമാണോ? അല്ല, ഈ പുസ്തകങ്ങൾക്കപ്പുറത്തൊരു സാമൂഹിക ജീവിയായി, ഈ സമൂഹത്തോട് കടപ്പാടുള്ള പ്രതിബദ്ധതയുള്ള ഒരു ജീവിയായി മനുഷ്യൻ മാറണമെങ്കിൽ അവന് ചുറ്റുപാടുകളെക്കുറിച്ച് അറിയണം,
അവിടെയുള്ള മനുഷ്യരെക്കുറിച്ച് അറിയണം, അവർ അനുഭവിക്കുന്ന അനീതിയെക്കുറിച്ച്, അസമത്വങ്ങളെക്കുറിച്ച്, ഈ സമൂഹത്തിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് ഇതെല്ലാം അറിയുകയും എവിടെ അനീതിക്കെതിരെ, അസമത്വത്തിനെതിരെ ഒക്കെ പ്രതിഷേധിക്കുകയും നീതിക്കായി പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണല്ലോ യഥാർത്ഥത്തിൽ ഒരു പൗരൻ രൂപപ്പെട്ടു വരുന്നത്. അങ്ങനെ ഒരു പൗരൻ രൂപപ്പെടണമെങ്കിൽ അവിടെ രാഷ്ട്രീയമായ ബോധ്യമുള്ള ഒരു സമൂഹം ഉണ്ടാവണം, അതിനനുസരിച്ചുള്ള ഒരു കലാലയ സാഹചര്യം ഉണ്ടാവണം. അങ്ങനെ അത്തരം സാഹചര്യങ്ങളെ മുഴുവനും അശക്തമാക്കുന്ന തീരുമാനങ്ങളിലേക്ക് നമ്മുടെ ഭരണകൂടം പോകുമ്പോൾ അത് യഥാർത്ഥത്തിൽ ഒരു ഭാവിയിൽ രാഷ്ട്ര നിർമ്മാണത്തിന് പാകതയുള്ള വിദ്യാർത്ഥികളെ രൂപപ്പെടുന്നതിനൊക്കെ വലിയ തടസ്സം സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഈ ക്യാമ്പസ് എന്നത് ശരിക്കും ഒരു വിവര കൈമാറ്റത്തിൻ്റെ ഇടം മാത്രമല്ലല്ലോ. അവിടെ എല്ലാത്തരം വിശ്വാസത്തിൻ്റെയും ആശയത്തിൻ്റെയും ആളുകൾ ഒരുമിച്ച് കൂടുന്ന ഇടമാണ്. അവർ പരസ്പരം ചേർന്ന് നിൽക്കുന്ന ഒരു സിവിക് ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു ഇടം കൂടി രൂപപ്പെടുന്ന ഒരു സ്ഥലമാണ്. സാമൂഹികമായി മനുഷ്യൻ ചേർന്ന് നിൽക്കുന്നു. അതിൽ വലിയൊരു പങ്ക് രാഷ്ട്രീയത്തിനുണ്ട്. രാഷ്ട്രീയമാണ് അവരെ ആശയത്തിൻ്റെയും മതത്തിൻ്റെയും അപ്പുറത്ത് ജീവിക്കാൻ വേണ്ടി അവരെ പ്രേരിപ്പിക്കുന്നത്. പിന്നെ ക്യാമ്പസ് വിദ്യാർത്ഥികളിൽ ഇത്തരം അപചയങ്ങൾ രൂപപ്പെടുമ്പോൾ അല്ലെങ്കിൽ അക്രമ സ്വഭാവം മറ്റു വരുമ്പോൾ മുൻകാലങ്ങളിലൊക്കെ ക്യാമ്പസ് രാഷ്ട്രീയം തന്നെ അവരെ തിരുത്താറുണ്ടായിരുന്നു. ആ തിരുത്തൽ ശക്തി ഇന്ന് ക്യാമ്പസുകളിൽ അത്ര ശക്തമായ രീതിയിൽ ഇടപെടുന്നില്ല എന്നതൊരു പ്രശ്നം തന്നെയാണ്. അങ്ങനെ ഒരു പ്രശ്നം നിലവിൽ നിലനിൽക്കുന്നുണ്ട്. ഈ യഥാർത്ഥത്തിൽ ഈ ക്യാമ്പസുകളുടെയൊക്കെ ഒരു അധികാരം എന്ന് പറയുമ്പം ഈ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനം കൊണ്ട്, യൂണിയൻ പ്രവർത്തനങ്ങളെ കൊണ്ട് വിദ്യാർത്ഥികളിലാണ് കേന്ദ്രീകരിക്കുക. ഈ രാഷ്ട്രീയ നിരോധനം അല്ലെങ്കിൽ നിയന്ത്രണം വരുന്നതോട് സംഭവിക്കുന്നത് എന്താ വെച്ചാൽ ഒരു അധികാര കൈമാറ്റം അവിടെ ഉണ്ടാവും. ഈ അധികാരം എങ്ങോട്ടാണ് പോവുക? ഈ അധികാരം പോകുന്നത് ഈ ഉദ്യോഗസ്ഥ, പ്രിൻസിപ്പൽ ഇങ്ങനെ തുടങ്ങിയ ഇത്തരം ആളുകളിലേക്കാണ് ഈ അധികാരം കേന്ദ്രീകരിക്കുക. സ്വാഭാവികമായും ഈ പ്രിൻസിപ്പൽമാരും മാനേജ്മെൻറ്റും ഈ അധികാരവർഗങ്ങളും ഒക്കെ എടുക്കുന്ന തീരുമാനത്തെ ചോദ്യം ചെയ്യാനോ അതിനെ തിരുത്താനോ ഒന്നും കഴിയാത്ത വിധം ശുഷ്കമായി പോകും ഈ വിദ്യാർത്ഥികളുടെ ഒക്കെ പ്രകടനങ്ങൾ എന്നാണ്. അപ്പോൾ ഈ യഥാർത്ഥത്തിൽ ഈ രാഷ്ട്രീയ നിയന്ത്രണങ്ങൾ ഇത്തരം ഉദ്യോഗസ്ഥ തലങ്ങളിലേക്ക് ഈ അധികാര കൈമാറ്റത്തിന് കാരണമാവുകയും വിദ്യാർത്ഥികൾക്ക് വേണ്ടി ശബ്ദിക്കാനുള്ള സാഹചര്യങ്ങൾ ഇല്ലാതാക്കുകയും ചെയ്യുന്നുള്ളതാണ്. ഇന്ത്യയുടെയും കേരളത്തിൻ്റെയൊക്കെ നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ച പോലെ തന്നെ ഈ രാഷ്ട്രീയ ചരിത്രമൊക്കെ പരിശോധിച്ചാൽ അവിടെ വിദ്യാർത്ഥി സമൂഹത്തെ മാറ്റിവെച്ചുകൊണ്ട് ക്യാമ്പസ് സമൂഹത്തെ മാറ്റിവെച്ചുകൊണ്ടുള്ള ഒരു ചരിത്രം നമുക്ക് വായിക്കാൻ കഴിയില്ല. ഈ പാഠപുസ്തകങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ഇറങ്ങിയ വിദ്യാർത്ഥികളാണ്, അവരാണ് നമുക്ക് യഥാർത്ഥത്തിൽ ഈ സ്വാതന്ത്ര്യം വാങ്ങിത്തുന്നത്. അത് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിൻ്റെ ചരിത്രത്തിലേക്ക് വരികയാണെങ്കിൽ സർ CP-ക്കെതിരെ അവിടെ പോരാട്ടം നടത്തുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് അവിടുത്തെ വിദ്യാർത്ഥികൾ തന്നെയാണല്ലോ. നമ്മൾ കുറച്ചും കൂടെ ഇങ്ങോട്ട് പോന്നാൽ ഈ ബസ് കൺസെഷൻ, വിദ്യാർത്ഥികളുടെ യാത്രാ ചെലവിനെ ഒരു പരിധിവരെ കുറക്കുന്ന ബസ് കൺസെഷൻ വിദ്യാർത്ഥി സമരത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ രൂപപ്പെട്ടതാണ്. അതേപോലെ തന്നെയാണ് ഈ അടിയന്തരാവസ്ഥക്കാലത്തും ഒക്കെ അവിടെ ക്യാമ്പസുകളിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട സമരമാണ് യഥാർത്ഥത്തിൽ ആ അടിയന്തരാവസ്ഥ കാലത്ത് സംഭവിച്ചത്. ഈ റീസെൻ്റായിട്ട് NRC CAA സമരങ്ങളൊക്കെ നമുക്ക് നോക്കിയാൽ ഈ പ്രക്ഷോഭങ്ങളുടെയൊക്കെ മുൻനിരയിൽ നമ്മുടെ വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു. ആ വിദ്യാർത്ഥി സമരങ്ങൾ ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തെയും മതേതരത്വ ബോധത്തെയും ഒക്കെ സൃഷ്ടിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അവരെ മാറ്റിവെച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയമോ ഒരു ഭരണമോ ഒന്നും ഈ ഒരു ജനാധിപത്യ രാജ്യത്ത് സാധ്യമല്ല എന്ന് നമ്മളെല്ലാവരും തിരിച്ചറിയേണ്ടതുണ്ടെന്നാണ് തോന്നുന്നത്. തീർച്ചയായിട്ടും. കാരണം രാജ്യത്തിൻ്റെ സ്വതന്ത്ര സമര പോരാട്ടങ്ങളിൽ നിർണായകമായ പങ്കാണ് വിദ്യാർത്ഥി സമൂഹം വഹിച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും 921 കാലഘട്ടങ്ങളിലൊക്കെ ഗാന്ധിയും തലയെടുപ്പുള്ള നേതൃത്വമൊക്കെ ആദ്യം സമീപിച്ചത് വിദ്യാർത്ഥികളാണ്. കാരണം അവർക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു വിദ്യാർത്ഥികളിൽ. വിദ്യാർത്ഥിത്വം ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തും സാധ്യമാകുന്ന ക്രിയാശേഷിയുടെ പ്രയോഗകാലമാണത്. അതുകൊണ്ട് തന്നെ അവരെ സമീപിക്കുകയും വിദ്യാർത്ഥികൾ അവരുടെ പുസ്തകക്കെട്ടുകൾ വലിച്ചെറിഞ്ഞ് ക്യാമ്പസിൻ്റെ കവാടങ്ങൾ തുറന്ന് അവർ തെരുവിലിറങ്ങിയതുകൊണ്ടാണ് ഇന്നലെ ഈ രാജ്യത്തിനെതിരെയുള്ള ശക്തികളെ തോൽപ്പിച്ച് ഈ രാജ്യത്തെ സ്വതന്ത്രമാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് ഓരോ കാലത്തും അങ്ങനെ തന്നെയാണ്. രാജ്യത്തിനെതിരെ വരുന്ന ജനാധിപത്യ വിരുദ്ധമായ, രാഷ്ട്രീയ വിരുദ്ധമായ, സാമൂഹിക വിരുദ്ധമായ എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ആ കാര്യങ്ങൾക്കെതിരെ അതാത് സമയങ്ങളിൽ ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികൾ ഉണർന്നു പ്രവർത്തിക്കുന്നത് ചരിത്രമായിരുന്നു. പക്ഷെ പുതിയ
കാലത്ത് നമുക്ക് ചില അപജയങ്ങൾ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിനകത്ത് കാണുന്നു എന്നത് ഒരു വസ്തുതയാണ്. അക്രമ രാഷ്ട്രീയത്തിലേക്കും അലസ രാഷ്ട്രീയത്തിലേക്കും അരാഷ്ട്രീയത തന്നെ രാഷ്ട്രീയമായി മാറുന്ന ചില സാഹചര്യങ്ങളൊക്കെ നിലവിൽ ക്യാമ്പസുകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ക്യാമ്പസ് രാഷ്ട്രീയത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ കുറച്ചുകൂടെ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. കാരണം ഈ ഒരു ജാഗ്രതയുടെ കുറവാണ് പലരും പിന്നെ ക്യാമ്പസ് രാഷ്ട്രീയത്തെ തന്നെ നിരോധിക്കണം എന്ന് പറയുന്നിടത്തേക്ക് ഒരു കാരണമായി ഉന്നയിക്കുന്നത്. ആ കാരണം ഇവിടെ ഇത്തരം രീതിയിൽ ഉള്ളത് കൊണ്ട് തന്നെയാണ് അത് പറയപ്പെടുന്നത്. അപ്പോൾ അതിനെ തിരുത്താൻ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ നേതൃത്വം സന്നദ്ധമാകണം. ഇത് എങ്ങനെയാണ് ഈ ക്യാമ്പസ് രാഷ്ട്രീയത്തെ അതിൻ്റെ പഴയ പ്രതാപത്തിലേക്ക്, അതിൻ്റെ മൂർച്ചയുള്ള ആ ഒരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയുക എന്ന് ആലോചിക്കേണ്ടത് ക്യാമ്പസ് രാഷ്ട്രീയ നേതൃത്വം തന്നെയാണ്. സ്വാഭാവികമായിട്ടും അത് ക്യാമ്പസുകളിൽ ഇതിന് വളം വെക്കുന്ന ചില പ്രവർത്തനങ്ങൾ, ഇതിനെ അക്രമ രാഷ്ട്രീയത്തിനും ഇതിനൊക്കെ പ്രചോദനമാകുന്ന ചില പ്രവർത്തനങ്ങൾ ക്യാമ്പസിൽ തന്നെ നടക്കുന്നു. ഇപ്പോൾ ഒരു ക്യാമ്പസിലേക്ക് വരുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ അക്രമ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി മാറുന്നത് അവനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ അവൻ്റെ നേതാക്കളുണ്ട് എന്ന ബോധ്യത്തിലാണ്. അവൻ്റെ നേതാക്കൾ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യും, അവരെന്നെ രക്ഷപ്പെടുത്തും എന്ന ഒരു ബോധ്യത്തിലാണ്. നേതാക്കൾ തന്നെ ആത്മാർത്ഥമായി പരിശ്രമിച്ചാൽ ഇത് അവസാനിപ്പിക്കാൻ കഴിയുകയും ചെയ്യും. ഇനി നേതാക്കൾ എന്നല്ല, അവിടെയുള്ള ചില അധ്യാപകർ പോലും അക്രമ രാഷ്ട്രീയത്തിന് നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ പ്രവർത്തകരെ, രാഷ്ട്രീയ വിദ്യാർത്ഥികളെ സപ്പോർട്ട് ചെയ്യുന്ന, അവരെ പരിരക്ഷിക്കുന്ന, പരിലാളിക്കുന്ന ചില സാഹചര്യമൊക്കെ ക്യാമ്പസുകളിലുണ്ട്. ചില അധ്യാപകർക്ക് അവരുടെ രാഷ്ട്രീയം ഉണ്ടാകും. ആ രാഷ്ട്രീയത്തിൻ്റെ വിദ്യാർത്ഥി സംഘടനകളിൽ പ്രവർത്തിക്കുന്നവരെ പിന്തുണക്കുന്ന ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അത്തരം സാഹചര്യങ്ങളൊക്കെ ക്യാമ്പസിനകത്തേക്ക് പഠിക്കേണ്ട വിവര കൈമാറ്റത്തിൻ്റെയും അതുപോലെ തന്നെ സാമൂഹിക ബോധ്യത്തിൻ്റെയും കാര്യങ്ങൾ അല്ലാത്ത ആയുധം പോലെയുള്ള മറ്റുള്ള വസ്തുക്കൾ കൊണ്ടുവരുന്നവർ അവിടെ അവസാനിപ്പിക്കാൻ, കൊടിയുടെ നിറം നോക്കാതെ തന്നെ അത് അവസാനിപ്പിക്കാൻ എന്ത് ചെയ്യണം, എല്ലാവർക്കും കഴിയേണ്ടതുണ്ട്. അവിടെയാണ് നമുക്ക് പരിഹാരം ഉണ്ടാവുക. അല്ലാതെ രാഷ്ട്രീയത്തെ തന്നെ നിരോധിക്കുക എന്നത് തീർത്തും അബദ്ധമാണ്. കാരണം അത് വലിയൊരു ശൂന്യതയാണ് വരുത്തി വെക്കുന്നത്. കാരണം അത് നിലവിലുള്ള അക്രമ രാഷ്ട്രീയത്തെക്കാൾ അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് സ്വാഭാവികമായിട്ടും ഈ രാഷ്ട്രീയം അവസാനിപ്പിച്ചാൽ പോകുമെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഈ കോടതികളുടെയൊക്കെ ഇത്തരം നിയന്ത്രണങ്ങൾ വരാനുള്ള ഒരു സ്ഥിതിവിശേഷം രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാക്കരുത് എന്ന് കൂടിയാണല്ലോ ഇപ്പോൾ ഈ പറഞ്ഞ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ കോടതിയുടെ സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഈ മുദ്രാവാക്യം വിളിക്കുക, അതുപോലെ പ്രകടനങ്ങൾ വിളിക്കുക, സമരങ്ങൾ സംഘടിപ്പിക്കുക, ഇതൊക്കെ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. ഈ ക്യാമ്പസ് രാഷ്ട്രീയം, വിദ്യാർത്ഥികൾ, ക്യാമ്പസ് രാഷ്ട്രീയത്തിലില്ലാത്ത വിദ്യാർത്ഥികൾ, അവർക്ക് രാഷ്ട്രീയ മൂല്യം എന്തെന്ന് തിരിച്ചറിയാൻ കഴിയില്ല. സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ മൂല്യം ഇല്ലാതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഇവിടുത്തെ അധികാരി വർഗത്തിന് വിധേയപ്പെട്ടവരായി മാറും. ക്യാമ്പസിൻ്റെ രാഷ്ട്രീയ മൂല്യം നഷ്ടപ്പെട്ട ഒരാളുകൾ ഇവിടുത്തെ അധികാരികൾക്ക് വിധേയപ്പെട്ട് ജീവിക്കേണ്ട, അല്ലെങ്കിൽ ഇവിടുത്തെ നേതാക്കൾക്ക് വിധേയപ്പെട്ട് ജീവിക്കുന്ന ഒരു സമൂഹമായി ആ വിദ്യാർത്ഥി സമൂഹം മാറും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ആ ഒരു വിധേയപ്പെടൽ തന്നെയാണ് ഒരു പക്ഷേ പുതിയ തലമുറ രാഷ്ട്രീയത്തിലേക്ക് വരാതിരിക്കാനുള്ള ഒരു കാരണം കൂടെ അതായിരിക്കാം. കാരണം പുതിയ രാഷ്ട്രീയത്തിൽ യുവാക്കളുടെ അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ കുറവിനെക്കുറിച്ചും നിരീക്ഷിക്കപ്പെടുന്നുണ്ട്. അതിൻ്റെ ഒരു കാരണം ഒരു പക്ഷേ ഇങ്ങനെയായിരിക്കാം. ഈ രാഷ്ട്രീയ മൂല്യം ഉൾക്കൊണ്ടുകൊണ്ട് സാമൂഹിക വിരുദ്ധമായ എല്ലാ കാര്യങ്ങളെയും ചോദ്യം ചെയ്യാനുള്ള ആ ഒരു ആർജവം അത് ഈ ക്യാമ്പസ് രാഷ്ട്രീയ കാലത്ത് സംഭരിക്കുന്ന ഒരു കാര്യമാണ്. ക്യാമ്പസുകൾ അരാഷ്ട്രീയവൽക്കരിക്കപ്പെടുമ്പം അവിടെ ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സംഘടനകളൊന്നും ഇല്ലാതിരിക്കുമ്പോൾ അവിടെ ഒരു ശൂന്യത ഉണ്ടാവും. ഈ ശൂന്യതയിലേക്ക് വന്നു കയറുന്നത് ആരൊക്കെ ആയിരിക്കും? അവിടെ ഒരു പക്ഷേ ലഹരിയായിരിക്കാം, അല്ലെങ്കിൽ വർഗീയതയായിരിക്കാം. ഈ സാധനങ്ങളെയൊക്കെ പ്രതിരോധിക്കുക എന്നതുകൂടിയാണ് യഥാർത്ഥത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ, രാഷ്ട്രീയ സംഘങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയം എന്നത് യഥാർത്ഥത്തിൽ അതൊരു അധികാര കൈമാറ്റത്തിൻ്റെ വേദിയൊന്നുമല്ല. അത് സ്വയം തിരുത്താനും മറ്റുള്ളവരെ തിരുത്താനും അനീതിക്കെതിരെ ശബ്ദിക്കാനും ഇങ്ങനെ സമൂഹത്തെ ഏറ്റവും മികച്ച രീതിയിൽ കെട്ടിപ്പടുക്കാനുള്ള ഒരു വ്യവസ്ഥിതിയാണ്. ആ നിലയിൽ തന്നെയാണ് നമ്മൾ അതിനെ വിലയിരുത്തേണ്ടതും അതിനെ കാണേണ്ടതും. ഇപ്പോൾ സത്യത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ സമകാലിക സാമൂഹിക രാഷ്ട്രീയ സാഹചര്യം നമുക്കറിയാം. ഈ സാഹചര്യത്തിലാണ് ഏറ്റവും കൂടുതൽ രാഷ്ട്രീയപരമായി ജാഗ്രത പുലർത്തേണ്ട ഒരു സന്ദർഭത്തിലാണ് ഏറ്റവും പ്രതിബദ്ധതയുള്ള പ്രബുദ്ധമായ രാഷ്ട്രീയ പ്രവർത്തകർ രൂപപ്പെടേണ്ട ഒരിടത്ത് രാഷ്ട്രീയം നിരോധിക്കണം എന്ന് പറയുന്നത്. അതുതന്നെ ഒരു കൃത്യമായ അജണ്ടയുടെ ഭാഗമാണ്. കാരണം ഇപ്പോൾ രാജ്യത്തിൻ്റെ ജനാധിപത്യ ഭരണഘടനാ വിരുദ്ധമായ പ്രവർത്തനങ്ങളെ കൃത്യമായി ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യം നിലവിൽ ക്യാമ്പസുകളിലുണ്ട്.
പല ഘട്ടങ്ങളിലായി നമുക്ക് പ്രതീക്ഷ നൽകുന്ന വ്യത്യസ്തമായ സന്ദർഭങ്ങളുണ്ട്. മനുഷ്യപ്പറ്റിൻ്റെ വ്യത്യസ്തമായ രാഷ്ട്രീയം. ഇപ്പോൾ പാലസ്തീൻ പിന്നെ ഗസയിലൊക്കെ യുദ്ധം നടന്ന സന്ദർഭത്തിൽ ക്യാമ്പസുകളിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. വ്യത്യസ്തമായ ലോകതലത്തിലെ ക്യാമ്പസുകളിൽ നിന്നും പ്രതീക്ഷയുള്ള ചില വാർത്തകളും വർത്തമാനങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുമുണ്ട്. അപ്പോൾ ഈ സന്ദർഭത്തിൽ ഈ ഈ ഈ സവർണ ഫാസിസ്റ്റുകൾക്ക് അതല്ലെങ്കിൽ അവരുടെ അധികാര മേൽക്കൊഴുമ്പുക്ക് ഭീഷണിയാകും വിധം പ്രതികരിക്കുന്ന വിദ്യാർത്ഥിത്വം ഇവിടെ വളർന്നു വരും എന്ന ഒരു ആശങ്കയിൽ നിന്നാണ് അവരൊരു പക്ഷേ ക്യാമ്പസ് രാഷ്ട്രീയം തന്നെ നിരോധിക്കാൻ വേണ്ടി ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ക്യാമ്പസിലെ ഓരോ പ്രവർത്തനങ്ങളും എത്രത്തോളം എന്ന് വെച്ചാൽ ക്യാമ്പസിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഈ മാഗസിനുകൾ അധികാരികളുടെ ദുർമേധാവിത്വത്തെ കൃത്യമായി ചോദ്യം ചെയ്യാറുണ്ട്. അതിൽ മൂർച്ചയുള്ള ചില വാക്കുകളും ചില എഴുത്തുകളുമൊക്കെ ഇവരെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്താറുണ്ട്. കാരണം അത് ആയുധത്തേക്കാൾ മൂർച്ചയുള്ളതാണ്, അതിന് അത്രമേൽ പ്രഹരശേഷിയുണ്ട് എന്നൊക്കെ ഇവർ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഇവർ ഗൗരി ലങ്കേഷിനെ അടക്കം ഈ ആക്ടിവിസ്റ്റുകളെയും അക്കാഡമിഷ്യന്മാരെയും ഒക്കെ ഫോക്കസ് ചെയ്തുകൊണ്ട് അവർക്കെതിരെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ നിലയിൽ തന്നെ പ്രതികരിക്കുന്ന ഒരു വിദ്യാർത്ഥി സമൂഹം ഒരിക്കലും ഉണ്ടായിക്കൂടാ. അവരിങ്ങനെ മരവിച്ചു പോയ വിധേയരായ ഇങ്ങനെ എല്ലാ ഫാസിസ്റ്റുകളുടെ എല്ലാതരം മനുഷ്യത്വ വിരുദ്ധമായ പ്രവർത്തനങ്ങൾക്കും വിധേയപ്പെടുന്ന ഒരു വിഭാഗത്തെ രൂപപ്പെടുത്തുക എന്നതാണ് ഇവരുടെ ഈ ഒരു രാഷ്ട്രീയ നിരോധനം എന്ന് പറയുന്ന ഒരു അജണ്ടയുടെ ഭാഗം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.